അതില യു ആൻഡ് യു ഡ്രൈ ഹ്യൂമർ. ഡ്രൈ ഹ്യൂമർ ആണ് നിന്റെ. ഇവിടെ ആർക്കും മനസ്സിലാകത്തില്ല, അതുകൊണ്ട് നിന്റെ ഹ്യൂമർ ഡ്രൈ. ബന്ധുട്ട് മലയെ മറിച്ചെന്ന് വെച്ചിട്ട് പുതിയ പിന്നെ കിച്ചൺ ടീം പിന്നെ എന്താ ചെയ്യണ്ട്? കിച്ചൺ ടീം ഫ്ലോർ ക്ലീൻ ചെയ്യണം. ഡബിൾ സ്റ്റാൻഡ്, നിലപാടില്ലായ്മ, ഡബിൾ സ്റ്റാൻഡ്. അതേ മോളെ, അതേ മോളെ, അതേ മോളെ, അതേ മോളെ. ഷാനവാസ്കയുടെ നിലപാടുകളാണ് മോനെ നാശം. അല്ല എൻ്റെ അടുത്ത് അത് ഒന്നിലിരിക്കട്ടെ. വേണ്ടേ? അല്ല വി കൻ ഡു ഹാഫ് ഹാഫ് നോ. വി കൻ ഡു ഹാഫ് ഹാഫ് നോ. Awesome pumpkin, whatever. കുറച്ചിട്ടോ ഉണ്ടോ? അടുത്ത് ഞാൻ ആ പ്ലേറ്റ് അത് തരുമോ? അതിലിട്ടിട്ട് ഞാൻ കഴിക്കട്ടെ. അത് കേട്ടോ, ഞാൻ ഇട്ടുണ്ട്. സ്പൂൺ ഞാൻ എടുത്തോട്ടെ. അടിപൊളി. അവൻ പറഞ്ഞോണ്ട് ഇപ്പൊ ഒന്നും ആവില്ലല്ലോ. കുറച്ച് വേണേ. കുറച്ച് ചോറിട്ട്, കുറച്ച് ചോറിട്ട്. ശരി, കുറച്ച് അത്ര വേണം. ഈ പറഞ്ഞ ലക്ഷ്മിയാണ് ജിഷിൻ ആദ്യം ഈ പറഞ്ഞ ലക്ഷ്മിയാണ് ജിഷിന്റെ ഫാമിലി ആദ്യം പറഞ്ഞത്. ആണോ അല്ലേ? പിന്നെ എന്തിനാ നീ എന്റെ അടുത്ത് ഇന്നലെ വന്നിട്ട് ഞാൻ ഇവനെ കൊപ്രയെന്ന് വിളിച്ചു? ഞാൻ എന്തിനാ ഇതിന്റെ ആൻസർ അപ്പാനിക്ക് തരണ്ടേ? ഞാൻ ഇതിന്റെ ആൻസർ എന്തിനാ അപ്പാനിക്ക് തരണ്ടേ? ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നീ ഇന്നലെ വലിയ വലിയ ഡയലോഗ് എനിക്ക് ആൻസർ തരണ്ടായിരുന്നു. എനിക്ക് ആൻസർ തരണ്ടേ? എനിക്ക് മാറാല്ലേ? എനിക്ക് സൗകര്യമില്ല. ആ ഒരു സ്ഥലത്ത് കുറച്ച് ഇരിക്കുക ചെയ്യുന്നത്, നിൽക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ഇൻഫോം ചെയ്തിട്ട് പറയേണ്ടവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാൾ അവിടെ ഇടാതിരിക്കാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു. യു നോ വാട്ട് അൾട്ടിമാച്ചും എന്താണെന്നറിയാലോ? അൾട്ടിമാച്ചും ഇത് ഇനി ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് തന്നെ ചെയ്തതാ. ഇനി ഒരാൾ അവിടെ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല. വൺ മോർ തിങ്, അവിടെ ആദ്യം ഡ്രസ്സ് എടുത്തിട്ടത് നിങ്ങളാരും അല്ല, റെനയുടെ ഡ്രസ്സാ. റെന ഒന്നും പറഞ്ഞില്ലല്ലോ ആദ്യം. നിങ്ങൾ പറയുന്നത് വരെ റെനയ്ക്ക് എന്താ വോയിസ് ഇല്ലായിരുന്നു. റെന അത് കഴിഞ്ഞിട്ട് കുറയ്ക്കാൻ വന്നു. പക്ഷെ റെനയ്ക്ക് അതുവരെ ഒന്നും പറയില്ലായിരുന്നു. സോ ഒരു കാര്യം ചെയ്തത് തെറ്റാണെന്ന് ആ കുട്ടിക്ക് 19 വയസ്സാണെങ്കിലും ചെയ്തത് തെറ്റാണെന്നൊരു ബോധം ഉണ്ടായിരുന്നു. സോ അതിന്റെ അടുത്ത് കുറെ നടന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ സൗണ്ട് ഉയർത്തിയപ്പോഴാണ് റെനയ്ക്ക് സംസാരിക്കാൻ തോന്നി. നിന്റെ മൂത്തല്ലേ? ഞാൻ വിചാരിച്ചു നെൽത്ത് വീണ് പോയതൊന്നും നെൽത്ത് ഇട്ടതാന്ന് അറിഞ്ഞത് പിന്നാണ്. പക്ഷെ ഇത് കുറയ്ക്കാനെന്ന് പറയാം. തെറ്റാണ് ശരിയാന്നൊക്കെ ലക്ഷ്മി പറയുന്നില്ലേ? അപ്പൊ ഈ കുറയ്ക്കാന്ന് പറയുന്നത് കുട്ടീന്ന് വിളിക്കാം. ഇവൾക്ക് ഒരു കുട്ടി 19 വയസ്സുള്ള കുട്ടീന്ന് വിളിക്കാം. ഇവിടെ ചേച്ചിന്ന് വിളിക്കാൻ പാടില്ല. അതെന്താ? ചേച്ചി തന്നെയല്ലേ? ചേച്ചി തന്നെയല്ലേ? അന്റെ ചേച്ചി തന്നെയല്ലേ? ലക്ഷ്മി കുറെ വേർഡ്സ് അങ്ങനെ പറയത് ഇങ്ങനെ പറയത് എന്നൊക്കെ പറയില്ലേ? അപ്പൊ ഈ കൊരയ്ക്ക പിന്നെ ഇവിടുന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡ്രസ് ഇട്ട എന്നെ പോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനൊക്കെ പറഞ്ഞു
ചേച്ചിനെ കാണാൻ എന്നെ കാണാൻ. അപ്പൊ എന്താ അത് അപ്പൊ നിങ്ങളൊരു വേർഡ് പറയുന്ന സമയത്ത് ഇപ്പൊ ഞാനൊരു വേർഡ് പറഞ്ഞാൽ അത് തെറ്റാന്ന് ശരിയാക്കാൻ വേണ്ടി ലക്ഷ്മി ഉണ്ട്. പക്ഷെ നിങ്ങളൊരു വേർഡ് പറയുമ്പോ എന്താ തെറ്റല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ശരിയെന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ. ഓക്കെ. അപ്പൊ ഈഗോയിസ്റ്റ് ആണല്ലേ? ഈഗോയിസ്റ്റ് ആണ്, നല്ല ഈഗോയിസ്റ്റ്. എന്തേനോ മറ്റേ നാർസിസ്റ്റോ? അതെ. ഇവിടെ ആരും റൂൾസ് നിങ്ങൾ 30 days തിന്നു എന്ന് പറഞ്ഞിട്ട് ഒരു റൂൾസും ഇവിടെ കുറച്ചു പോകുന്നില്ല. ഒരു റൂൾസ് 30 days കൊണ്ട് അപ്പാനി അവിടെ ഇരിക്കും. അപ്പാനിക്ക് പിന്നെ തരത്തുള്ളൂ. അപ്പാനി അവിടെ ഇരിക്കും. ശരി അപ്പാൻ, ശരി അപ്പാൻ. ഇവിടെ ഒരാളോട് സംസാരിക്കുമ്പോ ഒരാളെ കയറിയതല്ലോ, അതാണ് ഇവിടെ റൂൾ ബുക്ക്. പിന്നെ നല്ല സ്ഥലത്താണ് എനിക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളെ ഡയറക്ട്ലി ക്യാപ്റ്റൻ ആക്കി നിവിൻ ഞങ്ങൾ വന്നിട്ട്. പിന്നെ ഞങ്ങൾ ഒട്ടും നിങ്ങൾ സെൻസിബിൾ ആണ്. പക്ഷെ ആദ്യം നിങ്ങൾ എല്ലാ ആഹാരമൊക്കെ രാത്രി കണ്ടിച്ച് രാവിലെ അതും നിങ്ങൾ പ്രോപ്പർ. പക്ഷെ ആരും കഴിച്ചു പോകുന്നത് കഴിക്കാൻ വെള്ളം 2 ദിവസം വെള്ളം കാണും. പച്ചവെള്ളത്തിൽ സാമ്പാർ എല്ലാ സാധനവും നിങ്ങൾ പുറത്താണ് വെക്കണത്. ആ സാധനം നോക്കി ഞാൻ മടുത്തു. ബിഗ് ബോസ് 2 weeks വാച്ച് ചെയ്താൽ ഞാനൊരു കുക്കായിട്ട് വന്നേനെ അവിടെ. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു വ്യത്യാസം പഠിപ്പിക്കാൻ അതും അറിയില്ല. ക്ലീനിങ്ങോ വാഷ്റൂമോ ഒന്നും സംസാരം എന്തോ വിപ്ലവം സൃഷ്ടിക്കുന്നതാണ്. ഡ്യൂട്ടി ചെയ്യാനല്ല, ലക്ഷ്മിയുടെ മോട്ടീവ് നമ്മളെ നന്നാക്കാനുള്ള, അല്ലാതെ കിട്ടിയ അതുകൊണ്ടാണ് ഫ്ലോറിൽ തന്നെ വലിച്ചെറിഞ്ഞത്. ഫ്ലോർ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വരുന്നതല്ലോ ബാത്റൂമിന്റെ, ഞങ്ങളെ നന്നാക്കാനാണല്ലോ വന്നത് അല്ലേ? അതല്ലേ അത് ചെയ്തത്, ഫ്ലോറിലിട്ടത്. നമ്മളൊക്കെ ഭയങ്കര ബോറാണ്. പോലെ സംസാരിക്കല്ലേ? പള്ളി പോയില്ലേ? അപ്പൊ വെള്ളം ഉണ്ടാക്കാതിരിക്കാൻ ഫുഡ് വേണ്ട. ഇവൾക്ക് വേറെ ഒന്നും കേൾക്കാൻ പാടില്ല. ഇവൾക്ക് ഒരു ഹെഡ്ഫോൺ കൊടുത്തിട്ട് നമ്മൾ വാട്സാപ്പിൽ വോയിസ് അയച്ചു കൊടുക്കണം. ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് അവരിങ്ങനെ സമാധാനത്തിൽ കേൾക്കും. അതിനാണ് അവൾ ഈ ബിഗ് ബോസിക്ക് വന്നിരുന്നത്. ഇവിടെ 18 പേര് 21 പേരുണ്ടെങ്കിൽ 21 അഭിപ്രായം ഉണ്ടാവും. ലക്ഷ്മി അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോഴും നോക്കിക്കോ, അടുത്ത 3 റൂളുമായിട്ടായിരിക്കും വരുന്നത്. കിച്ചണിന്റെ കഴിഞ്ഞു, കിച്ചണും ഫ്ലോറും ടോയ്ലറ്റ് വേറൊന്നും. കിച്ചണായി. വെസൽ ടീം ഉണ്ട്. വെസലും കൂടെ ബാക്കിയുള്ളൂ. ഫ്ലോർ വന്നപ്പോ നിയമം ജോലി നടക്കില്ല, ബാക്കിയുള്ളവരെ പഠിപ്പിക്കും. അതും അവിടെ പോയിട്ടും പ്രശ്നം. Try to solve problems at least the first week when you come. Then you start fighting. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവർക്ക് ജോലി അറിയില്ല, പക്ഷെ ബാക്കിയുള്ളവരെ പഠിപ്പിക്കും. സ്വയം നന്നാവില്ല, ബാക്കിയുള്ളവരെ പഠിപ്പിക്കും. നല്ല റൂളാ. ഇത് മറ്റേ ഒലിയില് പറഞ്ഞ മാതിരിയാണ്. പാചകം ചെയ്യാൻ കയറിയ പാചകമല്ല, പാചകമാണ്. അതെ, കറക്റ്റ്. ഒന്നിനും കൊള്ളാത്ത കുറെ മണ്ണുണ്ണികളെ കൊണ്ടുവന്നു 5 വഴിക്കാടും പറഞ്ഞു. കൂടെ ഒരു 5 എണ്ണത്തിനും കൂടി ഇട്ടെന്നായിരിക്കും. ലക്ഷ്മി കുളങ്ങര അല്ലല്ലല്ല. ഞാൻ ഒരു പോർഷൻ തിന്നില്ല. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇന്നലെ തിന്നില്ല, നിങ്ങൾ എല്ലാവരും തിന്നു.